യുക്തിവാദത്തിൻ്റെ പ്രചാരകനായി മാറിയ ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹം ഒരു പോസ്റ്റ് തയ്യാറാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ഇത് പ്രചരിപ്പിച്ചത് കണ്ടപ്പോൾ മനുഷ്യത്വം വരവച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് ഇത് മോശമായി പോയി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസുകൾ പലരും ഇട്ട്. അതിൻ്റെ പിന്നാലെ ആരിഫ് ഹുസൈൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ അടുത്ത ടെക്സ്റ്റ് മെസ്സേജുമായി അദ്ദേഹം വന്നു. അദ്ദേഹം ഉമ്മ അറിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു നീണ്ട ഒരു കാര്യം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉമ്മ അറിയാനെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയത്. മരിച്ചുപോയാൽ പിന്നെ എങ്ങനെയാണ് ഉമ്മ അറിയുക? നിങ്ങളുടെ വാദമനുസരിച്ച് മരിച്ച ഒരാൾ, അയാൾ മണ്ണിനോട് ചേർന്ന് പിന്നെ ഒന്നുമല്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ, ശാസ്ത്രപരമായി അതിനെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഉമ്മ എങ്ങനെ അറിയാനാണ്? താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെ ഉമ്മ അറിയാൻ എന്ന് പറഞ്ഞു കൊടുത്ത ക്യാപ്ഷൻ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ആ ടെക്സ്റ്റ് മെസ്സേജിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉമ്മ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി, അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, താങ്കൾ വിശ്വസിച്ചിരുന്ന, താങ്കളുടെ മാതാപിതാക്കൾ അംഗീകരിച്ചിരുന്ന ഒരു മതത്തിൽ നിന്ന് താങ്കൾ എന്തൊക്കെയോ ലാഭം നേടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ മതത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ മാതാപിതാക്കൾ മോശക്കാരാണ് എന്നും, തൻ്റെ മാതാപിതാക്കൾ അംഗീകരിച്ചിരിക്കുന്ന വിശ്വസിക്കുന്ന ആ മതം അതിനെ വെറുപ്പോടുകൂടി കാണുകയും അതിൽ വിശ്വസിക്കുന്നവരൊക്കെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം എപ്പോഴും വീഡിയോസുകൾ ഇറക്കുകയും ചെയ്യുന്ന താങ്കളെ തൻ്റെ ഉമ്മ അംഗീകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ താങ്കൾ ഇട്ട പോസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി കുത്തിക്കുറിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉമ്മ മരിച്ച അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ ഒരാളും വിളിച്ച് പറഞ്ഞില്ല, ഉമ്മ അടുക്കലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. താങ്കളാണ് പോകേണ്ടത്. മാതാപിതാക്കൾ താങ്കൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്താണെങ്കിൽ കൂടി താങ്കൾ ആ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് താങ്കളുടെ ബാധ്യതയായിരുന്നു. ആരിഫ് ഹുസൈൻ അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് ഇനി അതിനെ ഒന്ന് കോട്ടിമാട്ടി അതൊക്കെ ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, ഇസ്ലാമിലുള്ള ആളുകളൊക്കെ കുഴപ്പക്കാരാണ്, അവരൊക്കെ ജിഹാദികളാണ്, അവരെല്ലാം ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം വേറെയും അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ടെക്സ്റ്റ് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞിട്ട്. താങ്കളുടെ മനുഷ്യത്വം എത്രത്തോളമുണ്ട്? താങ്കൾ അതിനു മുമ്പിട്ട പോസ്റ്റിൽ ഞാൻ യുക്തിവാദി ആയതുകൊണ്ട് എൻ്റെ മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് പറയുന്ന താങ്കൾ പോസ്റ്റ് പിൻവലിക്കില്ല, മാപ്പ് പറയാനല്ല വ്യക്തമാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആരിഫ് ഹുസൈൻ ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതവും ഒക്കെ തോന്നും. അദ്ദേഹം അതിന് 2-3 കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. ഈ മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില അമ്മായിയമ്മമാരെ പോലെ ഇദ്ദേഹവും എൻ്റെ മാതാവ് മരിച്ചത് ഇനി ഇസ്ലാമിന് എതിരിൽ അടിക്കാനുള്ള ഒരു വടിയായിട്ട് എനിക്കതിനെ ഉപയോഗിക്കാം എന്ന ഒരു തത്വത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എല്ലാ ആളുകളും വന്നിട്ട് ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിലൂടെ ഇസ്ലാമിനെ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഇസ്ലാമിലുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിനെ ഒരുപാട് വേട്ടയാടി. എന്താണ് താങ്കളെ വേട്ടയാടിയത്?
താങ്കൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? മുസ്ലിമീങ്ങളെ കൊണ്ട് താങ്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? താങ്കൾ ഇങ്ങനെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്ന് താങ്കൾക്ക് തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ വീഡിയോസ് ചെയ്യും. അത് താങ്കൾ പറഞ്ഞതുകൊണ്ടും താങ്കൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് ഒരാൾ പറഞ്ഞു തരുന്നത് അത് പിന്നെ ആരിഫ് ഹുസൈനെ വേട്ടയാടലാണ്. അതിന് എൻ്റെ ഉമ്മ നിശബ്ദമായി മൗനം പാലിച്ചു, നിശബ്ദമായി നിന്നുകൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എഴുതിയ താങ്കൾ ചോദിക്കുന്ന ചില കാരണങ്ങളൊക്കെ പറയുന്നത് മരണം വെച്ചുകൊള്ള നിങ്ങളുടെ മുതലെടുപ്പ് എന്നാണ്. താങ്കളുടെ ഉമ്മ മരിച്ചത് കൊണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾ ഒരു മുതലെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധമായ ഇസ്ലാമിൽ അംഗീകരിച്ചും വിശ്വസിച്ചും നിലനിന്നിരുന്ന ഒരു മാതാവ് മരണപ്പെട്ടു. താങ്കൾ ആ മരണപ്പെട്ടതിൻ്റെ പേരിൽ താങ്കൾ കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് ചില ആളുകൾ പറഞ്ഞതാണോ ഇവിടെ മുസ്ലിമീങ്ങൾ താങ്കളുടെ ഉമ്മയുടെ മരണം വെച്ച് മുതലെടുക്കുന്നു എന്ന് പറയുന്നത്? വിരോധാഭാസമേ, താങ്കളുടെ പേരാണോ ആരിഫ് ഹുസൈൻ എന്ന്? ഇസ്ലാം ഉപേക്ഷിച്ചവരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റു സുഹൃത്തുക്കളുടെയോ മരണം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മതപ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടതാണ് എന്ന്. ഇവിടെ മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത്? എവിടെയാണ് ഉപയോഗിച്ചത്? എന്തിനാണ് താങ്കൾ ഈ ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലും ഇത്തരത്തിൽ താങ്കളുടെ മാതാവ് മരിച്ചപ്പോഴും താങ്കൾക്ക് ഒരു ലെവലേശം മാനസികമായിട്ടൊരു വിഷമവും ഉണ്ടാകാത്ത രൂപത്തിൽ ഇങ്ങനെ ദിവസേന 1-2 പോസ്റ്റുകൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇങ്ങനെ പോസ്റ്റ് കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? താങ്കൾക്ക് ലൈവായിട്ട് ഇവിടെ നിലനിൽക്കണം. താങ്കളുടെ ഉപജീവനത്തിന് അത് ഏറ്റവും അത്യാവശ്യവുമാണ്. അല്ലാതെ കണ്ടിട്ട് താങ്കൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ, സയൻസ് പറഞ്ഞു കൊടുക്കൂ, അവർ പഠിക്കട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ. അതിനുശേഷം മനസ്സിലാക്കുന്നവർ ഏതിലെങ്കിലും പൊയ്ക്കോട്ടെ. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം വന്നിരുന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും തങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയാത്ത കാര്യങ്ങളിൽ പോലും ഇടപെടലുകൾ നടത്തുകയും അതൊക്കെയാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് താങ്കൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പോസ്റ്റൊക്കെ ഒരു എടുത്തു വെച്ചുകൊണ്ട് അത് വായിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് നീണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ ജിഹാദികളാണ്, അവരെ ജിഹാദികളെന്നാണ് ഇദ്ദേഹം പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ജിഹാദികളാണ്, അവരുടെ വിരളി പിടിച്ചുകൊണ്ടുള്ള നെട്ടോട്ടമാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് താങ്കളുടെ ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ താങ്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ത്രീകൾക്ക് എന്താണ് സ്വർഗത്തിൽ കിട്ടുന്നത്, പുരുഷന്മാർക്ക് ഹൂറികളെ കിട്ടും. താങ്കൾക്ക് ഇത്ര ബേജാർ എന്തിനാണ്? നിങ്ങൾക്ക് അതുമായി യാതൊരു വിധമായ ബന്ധവുമില്ല. പിന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് അത് അവിടെ ഹൂറിയെ കിട്ടിയാലും അല്ലെ പെണ്ണുങ്ങൾക്ക് വേറെ എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും താങ്കൾ അതിൽ ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. താങ്കൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്തിനാണ് ഈ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചതുപോലെ അതിലൊക്കെ വന്ന് ഈ തലയിടുന്നത് എന്തിനാണ്? നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യമെന്ന് തോന്നിയ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്കാണല്ലോ താങ്കൾ പോയത്. അതിനെക്കുറിച്ച് എല്ലാ ദിവസവും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക. സംശയമുള്ളവരൊക്കെ ചോദിക്കട്ടെ, താങ്കൾക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. താങ്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ യാതൊരു വിധമായ അവകാശവുമില്ല. താങ്കൾ പറയുന്നത് ഞാൻ മുമ്പ് ഇസ്ലാം മതത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നാണ്. താങ്കൾക്കൊരു ചുക്കും അറിയുകയില്ല എന്ന് താങ്കളുടെ വീഡിയോസുകൾ സ്ഥിരമായി കാണുകയും കേൾക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്.